നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി, ഇതിന് പ്രതികാരമായിട്ട് ഇറാൻ ഇതാ ഹോർമൂസ് കടലിടുക്കിനെയും കൂടെ ഉപരോധിച്ചിരിക്കുകയാണ്. ലോകത്തിലെ 20% എണ്ണ കടന്നു പോകുന്ന ഒരു പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥ ഒരു വലിയ മാന്ദ്യതയിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. ആഗോളതലത്തിൽ ഇത് വലിയൊരു പ്രതിസന്ധി ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സുവർണാവസരമായിട്ട് മാറാനും പോവുകയാണ്. അതായത് എണ്ണ കച്ചവടം തൊട്ട് ആയുധ കച്ചവടം വരെ ഇന്ത്യ എങ്ങനെയാണ് ഈ അവസരം മുതലെടുക്കാൻ പോകുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ വികസ്വര രാജ്യങ്ങൾക്കെല്ലാം കുറഞ്ഞ വിലയിൽ ആയുധങ്ങൾ നൽകി അമേരിക്കയ്ക്ക് ബദലായിട്ട് മാറാനായിരുന്നു ചൈനയുടെ ഇതുവരെയുള്ള ശ്രമം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചൈനയുടെ HQ-9B എന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനം. റഷ്യയുടെ S-300നോടും അമേരിക്കയുടെ പാട്രിയറ്റിനോടും ഒക്കെ കിടപിടിക്കുന്നതാണ് ഇതെന്നാണ് ചൈന അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അടുത്തിടെയായിട്ട് നടന്ന ഒരു 2-3 സൈനിക നീക്കങ്ങളിൽ ഈ സിസ്റ്റം ദയനീയമായിട്ട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ഇറാനിലെ കാര്യം തന്നെ എടുക്കാം. ഇറാൻ അടുത്തിടെ ചൈനീസ് HQ-9B സിസ്റ്റങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങളും EA-18G ഗ്രോളർ വിമാനങ്ങളും എല്ലാം വന്നപ്പോൾ ഈ റഡാറുകൾക്ക് അതിനെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമോ അല്ല. ഓപ്പറേഷൻ സിന്ദൂരം നമ്മുടെ മുമ്പിൽ വലിയൊരു ഉദാഹരണമായിട്ട് ഉണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന ചൈനയുടെ YLC-8E ആൻറ്റി സ്റ്റെൽത്ത് റഡാറുകളെ നമ്മുടെ വ്യോമസേന നിഷ്പ്രയാസം ജാം ചെയ്തു. അതുപോലെ തന്നെ പാകിസ്ഥാനിലുണ്ടായിരുന്ന MQ-9B എയർ ഡിഫൻസ് സിസ്റ്റവും സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മളവിടെ കണ്ടു. അവരുടെ റഡാറുകൾക്ക് നമ്മുടെ വിമാനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വെറും 23 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ചാമ്പലാക്കിയത്. അതുപോലെ തന്നെ അമേരിക്കയുടെ വെനിസ്വേലയിലെ ഓപ്പറേഷൻ, വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ വേണ്ടിയിട്ട് അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്, ഇതാണ് ചൈനയ്ക്ക് ലഭിച്ച 3ാമത്തെ വലിയ പ്രഹരം. $2 ബില്യൺ മുടക്കി വെനിസ്വേല വാങ്ങിയ ചൈനീസ് JY-27 എയർ റഡാറുകൾക്ക് അമേരിക്കയുടെ ഹെലികോപ്റ്ററുകളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ലോകപ്രസിദ്ധമായ ഒരു കാര്യമാണ്. ചൈനീസ് ആയുധങ്ങളുടെ ഈ പരാജയം നേറ്റോ രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്കും വലിയൊരു പാഠമാണ് നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കലാണെങ്കിൽ യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ കാരണം ആയുധശേഖരം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. വില കൂടിയ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ പലർക്കും ശേഷിയുമില്ല. ഇവിടെയാണ് ഇന്ത്യയുടെ മുമ്പിൽ വലിയൊരു സുവർണാവസരം തുറന്നു കിട്ടാനായിട്ട് പോകുന്നത്. ബാറ്റിൽ പ്രൂവണായിട്ടുള്ള നമ്മുടെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രഹ്മോസ് ക്രൂസ് മിസൈലിൻ്റെ കാര്യത്തിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർസോണിക് മിസൈലാണ് എന്ന് മാത്രമല്ല, ഇത് വളരെ താഴ്ന്ന്, അതായത് ഭൂപ്രകൃതിയോട് വളരെ ചേർന്ന് പറക്കുന്ന, അതായത് ഒരു ടെറൈൻ ഹഗ്ഗിങ് കേപ്പബിലിറ്റി ഉള്ള മിസൈലാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനും പറ്റില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം. കൂട്ടമായിട്ടുള്ള ആക്രമണങ്ങളെ നേരിടാനായിട്ട് ഇതിലും മികച്ച ഒരു സിസ്റ്റം കുറഞ്ഞ ചെലവിൽ ലോകത്തിൽ വേറെ ലഭ്യമല്ല. പിന്നെ നമ്മുടെ ആർട്ടിലറി കരുത്തും ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വെറും 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിച്ച് ശത്രുതാവളങ്ങളെ നാമാവശേഷമാക്കാൻ കഴിവുള്ള നമ്മുടെ പിനാക. അർമേനിയ വൻതോതിൽ ഇത് വാങ്ങിയത് ഇതിൻ്റെ പ്രഹരശേഷി കണ്ടുകൊണ്ട് തന്നെയാണ്. കൂടാതെ 48 കിലോമീറ്റർ ദൂരത്തേക്ക് വെടിയുതിർക്കാൻ കഴിയുന്ന ATAGS പീരങ്കികളും മിഡിൽ ഈസ്റ്റിലെ മരുഭൂമികളിൽ പോരാടാനായിട്ട് ഏറ്റവും മികച്ചതാണെന്നുള്ളൊരു അഭിപ്രായവും ഉണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആയുധമാണ് സ്വാതി റഡാറുകൾ. അത് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകളാണ്. അതായത് ശത്രുക്കൾ എവിടെ നിന്നാണ് ഷെല്ലാക്രമണം നടത്തുന്നതെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്തി പ്രത്യാക്രമണം നടത്താൻ സഹായിക്കുന്ന റഡാറാണ് സ്വാതി റഡാർ. ചൈനീസ് റഡാറുകൾ പരാജയപ്പെടുന്നിടത്താണ് സ്വാതി റഡാർ അതിൻ്റെ കൃത്യത തെളിയിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ആകർഷകമായ മറ്റൊരായുധമാണ് നമ്മുടെ തപസ് ഡ്രോണുകൾ. യുദ്ധഭൂമിയിലെ നിരീക്ഷണം നടത്താനും കമാൻഡ് സെൻറ്ററുകളിൽ ചെന്ന് പൊട്ടിത്തെറിക്കാനും കഴിയുന്ന ഇന്ത്യൻ നിർമ്മിത ലോയിറ്ററിംഗ് ഡ്രോണുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡാണ്. ഇതുപോലെ തന്നെ അനേകം ആയുധങ്ങൾ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി വലിയൊരു മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ഇന്ത്യ ചെയ്യേണ്ട അടിയന്തരമായ ഒരു കാര്യമുണ്ട്.
ഒരു ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ അവരുടെ ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് റോസോബോറോൺ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു സർക്കാർ ഏജൻസി രൂപീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ശക്തമായ ഒരു മാർക്കറ്റിംഗ് ടീമിനെ ഇന്ത്യയും ഉണ്ടാക്കിയെടുക്കണം. HAL, DRDO, BDL ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നയതന്ത്ര തലത്തിൽ തന്നെ വലിയ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സംഘം തന്നെ വേണം. എന്നാൽ മാത്രമേ 2029 പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധം കരയിലായാലും ആകാശത്തായാലും ആഗോള വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് കടലാണ്. ഹോർമൂസ് കടലിടുക്ക് അടയുകയും ചെങ്കടലിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി വാണിജ്യ കപ്പലുകൾ വലിയ സുരക്ഷാ ഭീഷണിയിലാണ്. അമേരിക്കൻ നാവികസേന ഒറ്റയ്ക്ക് വിചാരിച്ച എല്ലാ കപ്പലുകൾക്കും സംരക്ഷണം നൽകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ഇവിടെ ലോകം എടുത്തു കാണുന്ന മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അറബിക്കടലിൽ ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾ നടത്തിയ ഓപ്പറേഷനുകൾ പാകിസ്ഥാന്റെ നാവിക നീക്കങ്ങളെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു കരുത്ത് ലോകത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ തങ്ങളുടെ കപ്പലുകൾക്ക് എസ്കോർട്ട് നൽകാനായിട്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ നേവിയുടെ സഹായം തേടാനുമുള്ള സാധ്യതയുണ്ട്. ആയുധങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളെ, നിലവിലെ ഹോർമൂസ് ഉപരോധം ഇന്ത്യക്ക് സാമ്പത്തികമായിട്ടൊരു ലോട്ടറി തന്നെയാണെന്ന് നമുക്ക് പറയാം. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ ലോകമെമ്പാടും പോകുന്നത്. ഇത് തടയപ്പെട്ടതോടുകൂടിയാണ് ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയർന്നത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും രാജ്യങ്ങൾക്ക് എണ്ണയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ എനർജി ആർബിട്രേറ്റ് തന്ത്രം വിജയിക്കാനായിട്ട് പോകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് നേരിട്ട് റഷ്യ എണ്ണ വാങ്ങാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇന്ത്യക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, നമ്മൾ ധാരാളമായിട്ട് ഇപ്പോൾ തന്നെ വാങ്ങുന്നുമുണ്ട്. ഇനിയും അങ്ങോട്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങും. ഈ എണ്ണ ഗുജറാത്തിലെ റിഫൈനറികളിൽ കൊണ്ടുവന്നിട്ട് ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും വ്യോമയാന ഇന്ധനവും ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റും. എന്നിട്ട് ഈ ശുദ്ധീകരിച്ച ഇന്ധനം എണ്ണക്ഷാമം നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന വിലയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കും. 2022 യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇന്ത്യ പരീക്ഷിച്ച ഇതേ തന്ത്രം ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ പോകുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ ലാഭമായിരിക്കും. ഗൾഫിലെ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെയാണ് ഒരു സാമ്പത്തിക സുവർണാവസരമാക്കി മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്. അവിടെ കൊണ്ട് നിന്നില്ല. ഈ യുദ്ധമെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഈ രാജ്യങ്ങളെല്ലാം താറുമാറായിട്ട് നശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പുനർനിർമ്മാണം വലിയൊരു ചാലഞ്ചാണ്. യുദ്ധം പശ്ചിമേഷ്യയെ സമ്പൂർണ്ണമായിട്ട് തളർത്തി കഴിയുമ്പോൾ അവിടെ വലിയൊരു തൊഴിൽ പ്രതിസന്ധി ഉണ്ടാവും. തകർന്ന നഗരങ്ങളെ പുനർനിർമ്മിക്കാനായിട്ട് അവർക്ക് തൊഴിലാളികളെ വേണം, എഞ്ചിനീയർമാരെ വേണം. ഇസ്രായേൽ ഇതിനകം തന്നെ 10,000 ഇന്ത്യൻ തൊഴിലാളികളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം ഉപയോഗിച്ച് ഗവൺമെൻറ് തലത്തിലുള്ള കരാറിലൂടെ, അതായത് G2G കരാറിലൂടെ ടാറ്റ, LNT പോലെയുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ വലിയ നിർമ്മാണ പ്രൊജക്റ്റുകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഭക്ഷ്യസുരക്ഷ. കാരണം ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ടും ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. ഹോർമൂസ് അടയുന്നത് കൊണ്ട് അവിടെ ഭക്ഷ്യക്ഷാമവും ഉണ്ടാവും. ഈ സമയത്ത് ഇന്ത്യ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് പ്രത്യേക ഭക്ഷ്യ ഇടനാഴികൾ, അതായത് ഫുഡ് കോറിഡോർസ് സ്ഥാപിച്ച് അവർക്ക് ആവശ്യമായ ധാന്യങ്ങൾ നൽകിയാൽ പകരമായിട്ട് നമുക്ക് എണ്ണയും വലിയ വലിയ നിക്ഷേപങ്ങളും ഒക്കെ സ്വന്തമാക്കാനും സാധിക്കും. പിന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന മറ്റൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ വലിയ തകർച്ചയിലാണെന്നുള്ളത്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപകർക്കും വൻകിട കമ്പനികൾക്കും തങ്ങളുടെ പണം നിക്ഷേപിക്കാനും ഫാക്ടറികൾ തുടങ്ങാനും ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഇന്ത്യയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ശതകോടികളുടെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താനായിട്ടും ഈ യുദ്ധം ഒരു കാരണമാകും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, 2026 ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് നമ്മൾ വെറും ഒരു വാർത്തയായിട്ട് മാത്രം കാണരുത്. ഇത് ആഗോള ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയെ ഒരു മഹാശക്തിയായിട്ട് മാറ്റാനായിട്ട്, അതായത് ഒരു ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് മാറ്റുന്നതിൻ്റെ തുടക്കമാകാനും സാധ്യതയുണ്ട്. യുദ്ധമുഖത്ത് തകർന്നടിയുന്ന ചൈനീസ് ആയുധങ്ങൾക്ക് പകരമായിട്ട് ലോകമിനി ഇന്ത്യൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമായിട്ട് വരി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വശത്ത് റഷ്യൻ എണ്ണയിലൂടെ നമ്മൾ സാമ്പത്തിക ലാഭം കൊയ്യും. അതുപോലെ തന്നെ ആഗോള നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോകം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കും അനലിസ്റ്റിക് റിപ്പോർട്ടുകൾക്കുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.